നമസ്കാരം സുഹൃത്തുക്കളെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് പറയാൻ കാര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കുറച്ച് സമയക്കുറവ് കാലം എനിക്ക് വീഡിയോസ് ചെയ്യാൻ സാധിച്ചില്ല. അതിലാരും വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ സ്ട്രേ ഡോഗ്സ്, അതായത് നമ്മുടെ നാട്ടിൽ കുറേ പട്ടികൾ അലഞ്ഞിളഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ തീറ്റ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അവരെക്കുറിച്ച് വിചാരിക്കുന്ന ദൈവമേ നല്ല മനുഷ്യരാണല്ലോ, അവർ ഈ ആഹാരം കൊടുക്കുന്ന പട്ടിക്കൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് സ്കൂട്ടറിലൊക്കെ ആഹാരം കൊടുക്കുന്നവർ വളരെ നല്ല കാര്യമായി ചെയ്യുന്നതെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന പല ആൾക്കാരും കാണും. പക്ഷേ എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ മല്ലപ്പള്ളിയുടെ അവിടെ ഒരു ഈതൻ ഗാർഡൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കല്യാണ മണ്ഡപം അല്ലെ അങ്ങനെ ഒരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ പരിസരത്തായിട്ട് ഒരു സ്ത്രീയെ ഈ പറഞ്ഞ പോലെ സ്കൂട്ടറിൽ മത്തി അല്ലെങ്കിൽ ഈ ഇറച്ചിയൊക്കെ കൊണ്ടു നടന്ന് ഇങ്ങനെ ഈ വഴിയിലുള്ള പട്ടിക്ക് കൊടുക്കുന്ന ഒരു സംഭവം അവിടെ നാട്ടുകാരെല്ലാം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് മത്തിയുടെ വിലയൊക്കെ നിങ്ങൾ ഓർക്കണം. ആ മത്തിയൊക്കെ ഈ സമയത്ത് മേടിച്ച് കൊടുക്കുന്ന ആൾക്കാർ വലിയ കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും. അതും പെട്ടിക്കൊക്കെ ഇതുപോലെ സ്കൂട്ടറെ വന്ന് പിന്നെ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിനെ തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയ കാശുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ചിലർ ആൾക്കാർ തടഞ്ഞു നിർത്തി ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ പിന്നെ ഞാൻ ആടിന് പുല്ല് പറിക്കാൻ വന്നാണെന്നോ എന്തോ പറഞ്ഞു അവർ രക്ഷപ്പെട്ടു. അവരപ്പം തന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇനിയും നിങ്ങൾ അങ്ങനെ ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങൾ അന്നേരപ്പം തന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യം, ആ പോലീസുകാരൻ ഇവരോട് പറഞ്ഞ ഒരു കാര്യം, ഇത് മാഫിയ സംഘങ്ങളുടെ ഒരു സംഭവമാണെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്ത് മാഫിയയാണ് ഈ പട്ടിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് അല്ലേ? അതൊരു വലിയ മാഫിയയാണ്. അതായത് ഓരോ മനുഷ്യനെയും പട്ടി കടിക്കുന്നതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ മരുന്ന് മാഫിയയ്ക്ക് അതനുസരിച്ച് ലാഭം കൊയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ സംഭവത്തിന് പുറകിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതായത് ഈ പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള മരുന്നുണ്ടല്ലോ, ആ മരുന്ന് ഓരോ ഇതുപോലെ നമ്മൾ വേസ്റ്റിട്ട് കൊടുത്ത ഈ മൃഗങ്ങളെ ഇങ്ങനെ ഈ ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ അക്രമാസക്തരാക്കുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിക്കുന്നത്. അതായത് നമ്മൾ ഈ ഭിക്ഷാടനത്തിന് ആളെ ഇറക്കി വിടുന്നത് പോലെ തന്നെ ഒരു സംഭവം. പട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ മനുഷ്യരും വരുമ്പോൾ ഇവരിൽ എന്തെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ മനുഷ്യരെയും ഈ പട്ടി ആക്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും കടി കിട്ടുന്ന ചെറിയ ആൾക്കാരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അവരെല്ലാം പേപ്പട്ടി വിഷബാധയ്ക്കുള്ള മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കാതിരിക്കാൻ വേറെ നിർവാഹമില്ല. അതുകൊണ്ട് അവർ ചെന്ന് എടുക്കും. അപ്പം ആ മരുന്ന് മാഫിയയുടെ ഭാഗത്തു നിന്നുള്ള അവർ പെയ്ഡ്, അതായത് ആൾക്കാർക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് ഈ 10, 450 അല്ലെങ്കിൽ 300 രൂപ വരെയുള്ള മത്തിയൊക്കെ ഈ പട്ടിക്ക് അല്ലെങ്കിൽ കോഴി വേസ്റ്റും അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ വേസ്റ്റും ഒക്കെ ഇട്ട് ഇതിനെ ഇങ്ങനെ അക്രമാസക്തരാക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കഴമ്പില്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊക്കെ പട്ടികളുണ്ട്. പക്ഷേ ഇങ്ങനെ അക്രമാസക്തരാകുന്ന പട്ടികളെ നമ്മൾ ഈ അടുത്ത കാലത്താണ്, ഒരു ദിവസം പോലും നമ്മൾ പട്ടി കടിച്ചു എന്നൊരു വാർത്ത കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ചാനലെടുത്ത് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഞങ്ങൾ തൊട്ടടുത്ത് കുളത്തുമൊഴി പോലും ഒരു കടക്കാരൻ അയാൾക്ക് ഇതുപോലെ കോഴിക്കടയാണ്, അയാൾ കടയടച്ചിറങ്ങിയപ്പം കുറേ പട്ടികൾ കൂടി കണ്ടമാനം കടിച്ചു പറിച്ച റോഡ് മുഴുവൻ ബ്ലഡും ഒക്കെ ആയിരുന്നു. അതുപോലത്തെ അവസ്ഥകളാണ് കൊച്ചു കുട്ടികളെ കളിക്കുന്നതും. ആരെയാണെങ്കിലും കളിച്ചാൽ ഇതിന് നമ്മുടെ വാക്സിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ വാക്സിൻ മാഫിയയുടെ ഒരു സംഘമാണ് ഇതിന് പിന്നിൽ നിന്നാണ് പോലീസുകാർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനി പട്ടി വേസ്റ്റൊക്കെ ഈ പട്ടിക്ക് ഇങ്ങനെ ചോറ് കൊടുക്കുന്നവരെയോ അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്നവരെയോ കാണുകയാണെങ്കിൽ ഈ പട്ടിയെ പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അവർ പെട്രോളെങ്കിലും ലാഭിക്കാം, അവർ അവിടെ ഇട്ട് വളർത്തിക്കോട്ടെ എന്നാണ്. അതായത് ഇത് നമ്മൾക്കിപ്പോൾ ഈ പട്ടിക്കെതിരെയൊക്കെ പറയുന്നവരെ നമ്മളെ വലിയ കൊലപാതകയായിട്ടൊക്കെയാണ് ഓരോരുത്തർ ചിത്രീകരിക്കുന്നത്. ഈ വഴിയെ പോകുന്ന പട്ടിക്കൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പം നമ്മളത് തടയുകയും അല്ലെങ്കിൽ നമ്മളതിനെതിരെയൊക്കെ പറയുന്നവരെ വലിയ കൊലപാതകയൊക്കെ, ഒരു മനുഷ്യനെ കൊന്നാൽ പോലും ഒരു പക്ഷേ ഇത്രയും കുറ്റമില്ലെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ രീതിയിലൊക്കെയാണ് ഓരോരുത്തരെ അവർ ചിത്രീകരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളാരും അറിയുന്നില്ല, നമ്മളാരും ചിന്തിക്കുന്നില്ല, നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കേട്ടപ്പോൾ. അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ ഭയങ്കരമായിട്ട് നമ്മളിതായി പോവും. കാരണം അങ്ങനെയൊന്നും നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കത്തില്ല. അതായത് പട്ടികളെ കടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, അത് കടിക്കുന്നു, അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ആ കമ്പനിക്ക് കോടികളിൽ ലാഭം ഉണ്ടാകുന്നു. ഇതുപോലെ ദിവസം ഇത്രയും ആൾക്കാർ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങനെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ളവരെ തടഞ്ഞു നിർത്തിയിട്ട് അന്നേരപ്പം തന്നെ പോലീസിനെ വിളിച്ച് അവരെ കൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, എൻ്റെ തൊട്ടടുത്ത് നടന്ന സംഭവം ആയതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായതും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചതും. നന്ദി.